ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് അടിപൊളി ഞണ്ടിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ചെയ്യുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം, കോക്കനട്ട് ഓയിൽ. പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് വലിയ ജീരകം, പിന്നെ കുരുമുളക്, പിന്നെ 2 കറാമ്പൂവ്, പിന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട. അപ്പോൾ ഇത് എല്ലാം കൂടി നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ. അപ്പോൾ നിങ്ങൾക്ക് ഉലുവ അധികം ഇഷ്ടമില്ലെങ്കിൽ കുറച്ചോളൂ കേട്ടോ. ഇനി ഒരു സ്പൂണ് ചുവന്ന മുളക് ജസ്റ്റ് ചൂടാക്കി പൊടിച്ചത്, ചില്ലി ഫ്ലേക്സ് ഇല്ലേ അതും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് 2 ഉള്ളി, ഞാനിവിടെ 2 ഉള്ളിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ചേർക്കണ്ട, ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് തക്കാളി, ഞാൻ 2 തക്കാളിയാണ് കേട്ടോ എടുത്തത്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ചില്ലിയാണ്, പച്ചമുളക്. ഞാൻ ഇപ്പോൾ 2 പച്ചമുളകാണ് എടുത്തത്. അപ്പോൾ 2 ഉള്ളി, 2 തക്കാളി, 2 പച്ചമുളക് കേട്ടോ. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പച്ചമുളക്. ഇനി അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഇതിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. അത് നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം, 2 ടേബിൾ സ്പൂൺ. ഇനി അതൊന്ന് മൂടി വെച്ച് ഒന്ന് നമുക്ക് വേവിക്കാം. ഇനി അതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഇനി അതിലേക്ക് വലിയ ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂൺ, ഫെനൽ സീഡ്സ് ഇല്ലേ അത്. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ റെഡ് ചില്ലി, ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി അതിലോട്ട് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇല്ലേ, നമ്മൾ സാധാ മല്ലിപ്പൊടി ചേർക്കാം. ഇനി കുറച്ചും കൂടി ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക്, അല്ലെങ്കിൽ നിങ്ങളെ എരിവിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അത് ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ ഓരോ പൊടികൾ പച്ച സ്മെല്ല് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാനിപ്പോൾ ഞണ്ട് മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് ആ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് വൃത്തിയാവാൻ വേണ്ടി കുറേ പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് ഞാൻ മഞ്ഞളും ഉപ്പുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ചത് കേട്ടോ. ഇനി നമുക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ മസാലയിലേക്ക് ചേർക്കാം. ഇപ്പം ഞാൻ നല്ലോണം വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അനുസരിച്ച് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പാത്രം വളരെ ചെറുതായതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് പാത്രം ഒന്ന് മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ആണ് ഇപ്പോൾ ബാക്കി ഭാഗം വേവിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമുള്ള ചട്ടിയിലുള്ള മസാലയും കൂടി കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഓവർ ആവരുത്, എന്നാൽ ഒരുപാട് കുറയുകയും ചെയ്യരുത്. അപ്പോൾ ഏകദേശം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. പിന്നെ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഇല്ലേ, അത് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഈ വെള്ളം വേണം നമുക്ക് ഇതിൻ്റെ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ.
അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഗ്രേവി ഒരിത്തിരി ഒരു തിക്കാവും. അത് ഓവറായിട്ട് വെള്ളം പോലെ ആവില്ല, ഒരിത്തിരി ഒന്ന് തിക്കാവും. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി നല്ല നൈസായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഈ സമയത്ത് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഞണ്ട് കറി ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ, ടേക്ക് കെയർ.